വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള BCom BBA തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇത്. സബ്ജക്റ്റ് ബിസിനസ് റെഗുലേഷൻ ഫോർ BCom ആൻഡ് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ BBA. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് മാത്രം. കുറേ വർഷങ്ങളായിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിലുള്ളൂ. ചില ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റഡായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് അടക്കം ഞാൻ ഇതിൽ വീണ്ടും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്തും ആ റിപ്പീറ്റഡ് ആണെങ്കിൽ പോലും അത് ഞാൻ 2 മാർക്സ് 5 മാർക്സ് എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന കുറേ ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നല്ല. ഓൾറെഡി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എഴുതി വെച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം ഫോക്കസ് ചെയ്ത് പഠിക്കാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എന്തായാലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും അധികവും വരിക. റെയർ ആയിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻസ് അത് മാത്രമേ സെപ്പറേറ്റ് ആയിട്ട് വേറെ വരാൻ ചാൻസ് ഉള്ളൂ. എന്നിരുന്നാലും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ പഠിക്കാതെ പോകരുത്. എന്തായാലും പഠിക്കണം. മാർക്ക് നമ്മൾ ഹൈ മാർക്കാണ് നമ്മളിവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിന് അത്രത്തോളം ടാർഗറ്റ് നിങ്ങൾ ചെയ്യുക, നല്ല രീതിയിൽ നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഏതും നിങ്ങൾ ഒഴിവാക്കാതെ നിങ്ങളിരുന്ന് പഠിക്കുകയും വേണം. ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് എഴുതി വെച്ച് ഇന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഒരു വർഷത്തെയാണ്. അതിലത്തെ 2 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് നോമിനൽ ഡാമേജ്, ദെൻ ഡിഫൈൻ വോയിഡബിൾ കോൺട്രാക്ട്. തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ സ്യൂട്ട് അപ്പോൺ കോണ്ടംസ് മെറിറ്റ്. അത് നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ തൊട്ട് മുമ്പുള്ള പാർട്ട് മോഡ്യൂൾ 1 മോഡ്യൂൾ 2 മോഡ്യൂൾ 3 കൊണ്ട് എല്ലാ മോഡ്യൂൾസിനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ലേ. ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലടക്കം ഈ യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോസ് എന്താ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങൾ മാത്രം. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ഏജൻസി ബൈ നെസസിറ്റി, ദെൻ ഡിഫൈൻ കൺസ്യൂമർ. 6th one what is mean by discharge by waiver, then define pledge, define digital signature, define contract of sale of goods. ഓക്കെ, ഇതൊക്കെ 2 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. നെക്സ്റ്റ് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യം തന്നെയാണ്. ഞാൻ അതിൻ്റെ വർഷം മാത്രം എഴുതിയിട്ടില്ല കേട്ടോ. 2011 2012 ഏതൊക്കെ വർഷങ്ങളിലാണെന്ന് മാത്രം ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് അത് ഓർഡറായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. 10th ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആസ് മെൻഷൻ ഇൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ദെൻ അടുത്തത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ്. നെക്സ്റ്റ് വാട്ട് ആർ ദ ലീഗൽ റൂൾസ് റിഗാർഡിംഗ് കൺസിഡറേഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഫ്രോഡ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ എക്സ്പ്ലെയിൻ വേച്ചറിംഗ് എഗ്രിമെൻറ്റ്സ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ആർ ദ എക്സെംഷൻസ് ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് കേവറ്റ് എംപ്റ്റർ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് IT ആക്ട്. ഓക്കെ, അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇത്രയുമാണ് ഒരു വർഷത്തേൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയതിൽ 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ബേസിൽ. മുമ്പൊക്കെ 4 മാർക്സ് ആണ്, വെയിറ്റേജും അതേപോലെ തന്നെ 4 മാർക്സ് ആണ്. നിങ്ങളുടെ ബാച്ചിലൊക്കെ ഇപ്പോൾ ഏതാ വരുന്നത്, ആ 4 മാർക്സിന് പകരം ഇപ്പോൾ വരുന്ന 5 മാർക്സ് ബേസിലാണ് കേട്ടോ. ഇനിയിപ്പോൾ essay ടൈപ്പ് ചോദിച്ചിരിക്കുന്നത് ആ വർഷങ്ങളിലൊക്കെ മുമ്പൊക്കെ 15 മാർക്കായിരുന്നു, നിങ്ങൾക്കിപ്പോൾ 10 മാർക്സ് ബേസിലാണ് വരുന്നത്. ഇനിയിപ്പോൾ തൊട്ട് മുമ്പുള്ള നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ പോലെ ഇപ്പോൾ ഒരു കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണൊക്കെ മാറ്റി സീലിംഗ് ഒക്കെ വെച്ച് 18 മാർക്സ് ആക്കുമോ എന്ന് അറിയില്ല. പക്ഷേ എങ്കിലും നിങ്ങളിപ്പോൾ ഓൾറെഡി സീലിംഗ് ഉള്ളത് കൊണ്ട് യൂണിവേഴ്സിറ്റി ചേഞ്ച് ആക്കില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും ചേഞ്ചസ് ആക്കുവാണെങ്കിൽ ഞാൻ അത് ഇൻഫോം ചെയ്യാം. ഓക്കെ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇൻഫോം നിങ്ങൾക്ക് ചെയ്തിരിക്കാം. ഇപ്പോൾ essay ടൈപ്പിൽ വാട്ട് യു മീൻ അണ്ടർസ്റ്റാൻഡ് ബൈ കപ്പാസിറ്റി ഓഫ് കോൺട്രാക്ട്, ഹൂ ആർ നോട്ട് കൺസിഡേർഡ് ടു കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. ദെൻ അത് കോൺട്രാക്റ്റിന് ആ ഒരു ഏരിയസ് നല്ല ഇമ്പോർട്ടൻ്റാണ്. ദെൻ ഹൂ ഈസ് അൺപെയ്ഡ് സെല്ലർ, വാട്ട് ആർ ദ റൈറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദെൻ ഡിഫൈൻ ഏജൻസി, എക്സ്പ്ലെയിൻ വേരിയസ് മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് ആൻഡ് ടെർമിനേറ്റിംഗ് ഏജൻസീസ്. ഇത് ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ഫുൾ ക്വസ്റ്റ്യൻ 2 മാർക്സുമായി 5 മാർക്സായി അതേപോലെ തന്നെ essay ടൈപ്പുമായി. ഓക്കെ, വേറെ വർഷത്തെ 2 മാർക്സ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ദ ടേം ഓഫർ. ദ നെക്സ്റ്റ് വെൻ ഈസ് കൺസെൻറ്റ് സെറ്റ് ടു ബി ഫ്രീ. കുറേ വട്ടം ചോദിച്ചുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആട്ടോ അതൊക്കെ. ദെൻ വാട്ട് ഈസ് ആൻ ഇംപ്ലൈഡ് കോൺട്രാക്ട്. ദെൻ അടുത്തത് ഹൂ ഈസ് ആൻ യൂണിവേഴ്സൽ ഏജൻറ്റ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ദ നെക്സ്റ്റ് ഡിഫൈൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. കുറേ പ്രശ്നം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിഫൈൻ കൺസ്യൂമർ. ഈ കൺസ്യൂമറും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നൊക്കെ ഇല്ലേ, ആ ഒരു ഏരിയ നന്നായി പഠിച്ചിരിക്കണം. അത് essay ടൈപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ.
പിന്നെയുള്ളത് ഡിഫൈൻ ക്രിപ്റ്റോഗ്രഫി. ഈ ക്രിപ്റ്റോഗ്രഫി പറയുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് അത് പഠിക്കണം. പിന്നെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയ ഇല്ലേ, അതൊക്കെ നന്നായി നോക്കണേ. ദെൻ ഡിഫൈൻ പ്ലെഡ്ജ്. ദെൻ നെക്സ്റ്റ് 5 marks question. Distinguish between misrepresentation and fraud. Then next, explain the rights of consumer. Then right of bailer. What are the difference between bailment and pledge? The next, explain various methods of discharge of contract. അടുത്ത ചോദ്യം, explain briefly the implied conditions in a contract of sale. Okay, ഇത് 5 marks question. The next essay type, define acceptance, explain the rules of valid acceptance. The next, define contract of bailment, give its essential and explain the duties of bailer and bailees. The next, give a brief account of the Consumer Protection Council at the central, state and district level. 3 ലെവലിലും എഴുതണേ. essay type അല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കണം. ദെൻ നെക്സ്റ്റ് 2 marks ക്വസ്റ്റ്യനിൽ വേറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഫുള്ളും. ദെൻ വാട്ട് ഈസ് കണ്ടിജൻറ്റ് കോൺട്രാക്ട്. ദെൻ ഡിഫൈൻ കൺസ്യൂമർ. ഡിഫൈനിൽ ഒരു ഡി എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഡിഫൈൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഡിഫൈൻ കൺസ്യൂമർ അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് എഗ്രിമെൻറ്റ് ടു സെയിൽസ്. ദെൻ നെക്സ്റ്റ്, വാട്ട് യു മീൻ ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അത് കുറേ വട്ടം കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ദെൻ അടുത്തത്, വാട്ട് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് ദ മീനിങ് ഓഫ് ഓപ്ഷൻ സെയിൽ. ദ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നൊവേഷൻ. നെക്സ്റ്റ്, ഗീവ് ദ മീനിങ് ഓഫ് കോണ്ടം മ്യൂറേറ്റ്. കണ്ടോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ വന്നിരിക്കുന്നത്. ഞാനും അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ വീഡിയോസ് ക്ലാസ് തൊട്ട് മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓരോ മോഡ്യൂളിലും ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് എന്തായാലും കാണണം. കാരണം എക്സാമിന് മുന്നേ തന്നെ കാണാം. അല്ലാതെ എക്സാം കഴിഞ്ഞ ശേഷം കണ്ടിട്ട് അയ്യോ അത് ഞാൻ കാണാതെ പോയി, മിസ്സിങ് ആയി പോയി, മാർക്ക് കുറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്. അത് ഇടവരുത്തരുതെന്ന് പറഞ്ഞിട്ടാണ് എക്സാമിൻ്റെ മുമ്പേ നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാനൊക്കെ കാരണം. നല്ല രീതിയിൽ വീഡിയോസ് കണ്ടിട്ട് പഠിച്ച് വെക്കുക, അതാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഓക്കെ, പിന്നെയുള്ളത്, വാട്ട് ഈസ് സൈബർ ക്രൈം. അടുത്തത് 5 marks question, explain the rights of consumer. Then what are the provisions regarding contracts with the persons of unsound mind. അടുത്ത question, what are the difference between coercions and undue influence. Repeated question ആണല്ലോ. Then what are the rights of bailee. Then അടുത്തത്, make a classification of contract according to their validity. Then 52 52ാമത്തെ ചോദ്യം, discuss the persons disqualified by law and are not competent to enter into a contract. Then next, distinguish between coercions and under influence. Next question, mention the various modes of discharge of surety from liability. The next, explain the implied conditions. The next question, point out the rights of consumer under the Consumer Protection Act. ഞാൻ പറഞ്ഞില്ല റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതന്നെ. ദ നെക്സ്റ്റ്, റൈറ്റ് എ നോട്ട് ഓൺ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ്. 2 marksലും ചോദിക്കാറുണ്ട്, 5 marks ബേസിലും ചോദിക്കാറുണ്ട്. ഓക്കെ. ദ നെക്സ്റ്റ് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ കുറച്ച് വർഷത്തെ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് എഴുതി. ഓക്കെ, ഇനിയിപ്പോൾ ഓരോ സെപ്പറേറ്റ് ആയിട്ട് എഴുതാണ്ടെന്ന് കരുതി essay ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി ചോദിച്ചത് തന്നെ, പക്ഷേ കുറേ വർഷത്തെയും കൂടി ഒരുമിച്ച് എഴുതിയതാണ്. Explain the essential elements of a valid contract. The next, describe the rules as to effect your delivery of goods under the Sale of Goods Act. The next, discuss the Consumer Dispute Redressal Agency and their functions under the Consumer Protection Act 1986. കണ്ടോ, അതിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കൂ. Then discuss the various provisions of IT Act to facilitate electronic governance. അതായത് ഈ ഗവേണൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി ഓരോ മോഡ്യൂളിൽ വരുന്ന സമയത്ത് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. നോക്കിക്കോളൂ. ദെൻ എക്സ്പ്ലെയിൻ ദ വേരിയസ് വേ ഇൻ വിച്ച് എ കോൺട്രാക്ട് മേ ബി ഡിസ്ചാർജ്. ദെൻ നെക്സ്റ്റ്, ഡിസ്കസ് ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് ബെയിൽമെൻറ്റ്. ദെൻ ഡിസ്കസ് ദ റൈറ്റ്സ് ആൻഡ് റെമഡീസ് ഫോർ കൺസ്യൂമേഴ്സ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇതൊക്കെ റിപ്പീറ്റ് ആണെന്ന് വരാൻ കാരണം ഒരുമിച്ച് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെയും ആണ്. അതുകൊണ്ട് ഞാൻ അധികം സ്കിപ്പ് ചെയ്യാതെയും ഓമിഷൻ ചെയ്യാതെയും ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. കാരണം നിങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ വേരിയസ് മോഡ്സ് ബൈ വിച്ച് ദ അതോറിറ്റി ഓഫ് ആൻ ഏജൻറ്റ് മേ ബി ടെർമിനേറ്റഡ്. ദ നെക്സ്റ്റ്, വെൻ എ പ്ലെഡ്ജർ ഫെയിൽസ് ടു redeem his pledge, what right does the pledgee have in the pledge? The next 2 marks question, when a contract is said to be a unilateral. The next, define offer. Repeated question ആണത്. Give the meaning of a future consideration. Then what do you mean by coercion? Repeated question. What is an agreement to sell?
Then next, name the persons involved in a contract of guarantee. Then next, list the rights of unpaid seller against the buyer. The next, who are the two types of consumers under Consumer Protection Act. The next, what is electronic signature. Then 77, what is an express contract. 78, what is mean by implied offer. The next 79, who is competent to contract. Then 80, define consideration. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അതൊക്കെ ആയിട്ടോ അദ്ദേഹം കണ്ടോ 81 വാട്ട് ഈസ് കൊയേഷൻ. ഇത് ഞാൻ മൂന്നാമത്തെ വട്ടം അതൊന്ന് വായിക്കുന്നത് അല്ലേ, 3 വർഷത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഡിഫൈൻ വേജറിങ് എഗ്രിമെൻറ്റ്, ഇത് ഞാൻ വായിച്ചതാണ്, ഇപ്പോൾ തന്നെ നമ്മൾ വായിച്ചു പോയതാണ്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ടെൻഡേഴ്സ്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ അസർട്ടൈൻ ഗുഡ്സ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇത് തന്നെ ആയിട്ടോ കുറേ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ് വരിക. നിങ്ങളതുകൊണ്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന ക്വസ്റ്റ്യൻസും കൂടി നന്നായിട്ട് രീതിയിൽ എല്ലാത്തിൻ്റെയും ആൻസറും കണ്ടെത്തി പഠിച്ചേക്കുക. Then next, define data cyber contravention. Then what is mean by passing of property. Then who is disclosed principal. Then define general line. Then next, who is principal debtor. Then what is quasi contract, important ആണ്. Then what is a breach of contract. Then 93, when is a contract he said to discharge by lapse of time. 94, define executory contract. 95, what is counter offer. 96, define fraud. 97, what are the wagering contracts, repeated question. Then 98, define line. Then 99, what are contingent goods. 100, what do you mean by electronic governance അല്ലെങ്കിൽ e-governance. Then 101, 101, what is a sub agent. അടുത്ത question, what do you mean by rescissions of a contract. അടുത്തത്, who is the favored debtor. Then next, 5 marks question, what are the essential of valid offer. Then അടുത്തത്, explain the essential of valid tender. അടുത്ത question, what are the exemptions to the rule that agreement in restraints of trade is void. അടുത്തത്, what are the duties of bailor. Next question, explain the remedies for breach of contract. Next question, explain different kinds of quasi contract. Then next, quasi contractൻ്റെ ആ ഒരു മേഖല ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാട്ടോ അതൊക്കെ. Then what is doctrine of caveat emptor, repeated question ആട്ടോ അതൊക്കെ. നമ്മളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓൾറെഡി മോഡ്യൂൾസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നേ. Then അടുത്തത്, discuss the essential elements of bailment. Then enumerate the essentials of valid contract. Then അടുത്തത്, how can an offer be made. Next question, what do you mean by consumer dispute. Then what are the essential elements of a valid consideration. Then next, enumerate the remedies for breach of contract. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകൾക്ക്, എല്ലാ കോളേജുകൾക്കും കാലിക്കറ്റിൻ്റെ കീഴിലുള്ള കോളേജുകൾക്കൊക്കെ നമ്മൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യേണ്ടത് രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് അന്നേ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയുന്നവരാരെങ്കിലും +2 പാസ്സായി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാനുള്ളവർ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, ക്യാപ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഇപ്പോൾ നമ്മുടെ ചാനലില്ല, ചാനലിൽ തന്നെ ഈ പറയുന്നതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. ആ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. The next, explain the rules regarding place of delivery. The next question, explain the rights of an agent against his principal. Next question, distinguish between bailment and pledge. Next question, what are the rights of a indemnity holder. The next, who is a consumer. The next question, what do you understand by anticipatory breach of contract. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ പേഴ്സൺസ് ഹൂ ആർ ട്രീറ്റഡ് ആസ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ദെൻ നെക്സ്റ്റ്, ഇത് റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആട്ടോ. അപ്പോൾ അത് ഇതിൽ വരുന്നത്, വാട്ട് ഈസ് ഏജൻസി. ദെൻ വേർ എ പേഴ്സൺസ് പ്ലെഡ്ജ് ഗുഡ്സ് ഇൻ വിച്ച് ഹി ഹാസ് ഓൺലി എ ലിമിറ്റഡ് ഇൻട്രസ്റ്റ്, വാട്ട് വിൽ ബി ഇറ്റ്സ് കോൺസിക്വൻസ്. ദെൻ ഹൂ ഈസ് ഫൈൻഡർ ഓഫ് എ ലോസ്റ്റ് ഗുഡ്സ്. The next, what are the rights of surety. Then define contract of guarantee. The next, write a short note on nominal damage. Then what is frustrations. Define quasi contract. ഇതൊക്കെ റീസെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്, 2 മാർക്സ് ബേസിൽ കേട്ടോ.
Then next, what do you mean by void agreement? Then next, mention the after effect of a unilateral mistake. ഇതൊക്കെ 2019 ചോദിച്ച ചോദ്യങ്ങളാണ് ഈ പറയുന്ന ലാസ്റ്റ് ഇട്ടത് കേട്ടോ. ദെൻ നേരത്തെ കഴിഞ്ഞ വർഷം വരെ 4 മാർക്സ് ആയിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് 5 മാർക്സ് ആണ്. അപ്പോൾ അതിലത്തെ 5 മാർക്സ് ബേസിലാണെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മിസ്റ്റേക്ക്. അടുത്തത് വാട്ട് ആർ ദ ആക്ട്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് മിസ് റെപ്രസെൻറ്റേഷൻ. അടുത്തത് സ്റ്റേറ്റ് ദ ഇഫക്ട്സ് ഓഫ് ഫ്രോഡ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ പ്രിസംഷൻസ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ദെൻ വെൻ കൺസെൻറ്റ് ഈസ് സെഡ് ടു ബി ഫ്രീ. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് അസംഷൻ. അടുത്തത് സ്റ്റേറ്റ് ദ സ്കോപ്പ് ഓഫ് ബിസിനസ് ലോ. Then write a note on LLP registration. Then essay type question ചോദിച്ചിരിക്കുന്നത് what are the essentials of a valid contract? Elaborate, explain ചെയ്ത് എഴുതാണ്. Then അടുത്ത ചോദിച്ചിരിക്കുന്നത് what are the different kinds of guarantee and when a guarantee can be revoked. Then ചോദിച്ചിരിക്കുന്ന ചോദ്യം what do you mean by pawn, what and the rights of a pawner and pawn. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഓരോ മോഡ്യൂളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതിൽ നിന്ന് ചോദിക്കാത്ത അപൂർവം ക്വസ്റ്റ്യൻസേ ഉള്ളൂ എന്ന് ഞാനിപ്പോൾ നോക്കുമ്പോൾ സമയത്ത് കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ അല്ലാതെ അത് പഠിക്കാതെ എക്സാം ഹാളിലേക്ക് പോകരുത്, എന്തായാലും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് പറയുന്നത്. കുറേ വർഷത്തെ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നന്നായിട്ട് രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.